നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുമായി സംവദിച്ച് ശശി തരൂർ. ചുവന്ന കൊടിയും ഹർത്താലുകളും കേരളത്തെ നിക്ഷേപ വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റിയെന്ന് ശശി തരൂർ. ഉമ്മൻചാണ്ടി പെൻഷനായി ആളുകളെ ബാങ്കിലേക്ക് നടത്തിച്ചപ്പോൾ LDF അത് ഇരട്ടിയാക്കി വീട്ടിലെത്തിച്ചെന്ന് CPM PB അംഗം സുഭാഷിണി അലി. ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസമെന്നും സുഭാഷിണി അലി തിരൂരിൽ വനിതാ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. ജനമനസ് തൊട്ടറിഞ്ഞ ആവേശക്കൊടുമുടിയിൽ വിശ്രമമില്ലാതെ സ്ഥാനാർത്ഥികൾ. രണ്ടാം ഘട്ട പര്യടനം ആരംഭിച്ചു KT ജലീൽ. കൊടും വെയിലിലും ആവേശമായി KPA മജീദ്. നാടിനെ ഇളക്കിമറിച്ച് നിയാസിന്റെ റോഡ് ഷോ. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ക്രൈസ്തവർ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചു. ഓശാന ഞായർ ആചരിക്കുന്നത് ജെറുസലേം ജനത ക്രിസ്തുവിനെ ഒലിവില വീശി സ്വീകരിച്ചതിന്റെ ഓർമ്മയിൽ. രണ്ടിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ തിരൂർ സ്വദേശികൾ മരണപ്പെട്ടു. തിരൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പുത്തനത്താണി സ്വദേശി മരിച്ചു. കൊടുങ്ങല്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ തിരൂർ സ്വദേശി മരണപ്പെട്ടു. വീണ്ടും ഉയരുന്ന പ്രതിദിന കോവിഡ് കണക്ക്. 2216 പുതിയ രോഗികൾ. 1853 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 4579. ജില്ലയിൽ 207 പുതിയ രോഗികൾ. 166 പേർക്ക് രോഗമുക്തി. ശശി തരൂരുമായി വിദ്യാർത്ഥികളുടെ പ്രൗഢ സംവാദം. താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം താനൂർ നിയോജക മണ്ഡലം UDSF സംഘടിപ്പിച്ച ഡിബേറ്റ് വിത്ത് തരൂർ ഉജ്ജ്വലമായി. വിദ്യാർത്ഥികളുമായി ശശി തരൂർ MP സംവദിച്ചു. ചുവന്ന കൊടിയും ഹർത്താലുകളും കേരളത്തെ നിക്ഷേപക വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റിയെന്ന് ശശി തരൂർ MP പറഞ്ഞു. സ്നേഹോഷ്മളമായ സ്വീകരണം, സ്നേഹോഷ്മളമായ വരവേൽപ്പ് പ്രിയങ്കരനായ ഡോക്ടർ ശശി തരൂർ. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മോട് സംവദിക്കുന്നതിനായി നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വൈറ്റ് ഗാർഡിന്റെ ഒരു സല്യൂട്ട് ഉണ്ട് സർ. വൈറ്റ് ഗാർഡിന്റെ ഒരു സല്യൂട്ട്. താനൂർ നിയോജക മണ്ഡലം UDSF കമ്മിറ്റിയാണ് താനാളൂരിൽ ഡിബേറ്റ് വിത്ത് തരൂർ സംഘടിപ്പിച്ചത്. നിരവധി വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. വിദ്യാർത്ഥികളുമായി ശശി തരൂർ MP സംവദിച്ചു. Okay, doctor to be. Yes, sir. So, my question is regarding the current situation of the media in our country. I feel that the standard has deteriorated severely over the past years. I agree. Such that I'm tempted to refrain from watching from it. So, I want to know what change will the UDF bring to support this pillar of our democracy. നമ്മുടെ ജനാധിപത്യ അവകാശത്തിന് വേണ്ടിയിട്ട് മാധ്യമം അത്യാവശ്യമാണ്. ഫ്രീ പ്രസ് പറഞ്ഞാൽ നമ്മളുടെ മാധ്യമ വഴിക്കാണ് ശരിക്കും നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളെ ആവർത്തിക്കാൻ സാധിക്കും. പക്ഷെ അവർക്കും കുറച്ചൊരു മാന്യതയും മര്യാദയും വേണ്ടേ? അതാണ് നമ്മളുടെ സൈഡിൽ ആവശ്യം. ഞാൻ എപ്പോഴും പറയും, വി ആർ നോട്ട് ഗോയിങ് ടു കൺട്രോൾ ജേർണലിസം, വി ജസ്റ്റ് വാണ്ട് ബെറ്റർ ജേർണലിസം. For that to happen, there has to be also greater public awareness, more fact checking, more consciousness of what exactly the truth should be, and more respect for the truth. അതിൽ 60% സ്റ്റുഡൻസ് മാത്രമാണ് അവർ പഠിച്ച ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബാക്കിയുള്ളവർക്ക് ബാങ്കിങ്, PSC, മാർക്കറ്റിംഗ് ആ രീതിയിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഫെയിലർ അല്ലേ, അതോ ജോബ് ഓപ്പർച്യൂണിറ്റി കുറവാണ്? കാരണം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ചെന്നൈ, മുംബൈ, അതേപോലെ തന്നെ ഹൈദരാബാദ് അങ്ങോട്ട് പോവാണ്. മേഖലയിൽ നമ്മുടെ സിസ്റ്റമിനെ നമ്മൾ നന്നാക്കണം, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. സ്റ്റഡീസ് റെലവൻ്റ് ആയിരിക്കണം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കമ്പനികൾ ആവശ്യപ്പെടുന്നത്, അത് അറിഞ്ഞപ്പെട്ടിട്ടാണ് നമ്മൾ കോഴ്സുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതിലൊരു മാറ്റം വരുത്തണം. ഒരേ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ഞങ്ങൾ വാതിലുകൾ തുറക്കണം. കേരള ഈസ് ഓപ്പൺ ഫോർ ബിസിനസ് ആയിരിക്കും നമ്മളുടെ സന്ദേശം ലോകത്തിലേക്ക്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകം മുഴുവനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദമാണ് ശശി തരൂരിൻ്റെ ശബ്ദം. ഈ താനൂരിലെ ഗ്രാമത്തിൽ, ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു വലിയ ആവേശക്കടലായി മാറി. വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇവിടെ അപാരപ്പെട്ട ജനങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കും. അദ്ദേഹം വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള PK ഫിറോസിന് വോട്ട് അഭ്യർത്ഥിക്കാനാണ് വന്നിട്ടുള്ളത്.
MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് റിഷാദ് കോർക്കുള അധ്യക്ഷനായിരുന്നു. PMA ഗഫൂർ ഇന്ററാക്ഷൻ സെക്ഷൻ കൈകാര്യം ചെയ്തു. സ്ഥാനാർത്ഥി PK ഫിറോസ്, അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, TP അഷ്റഫ് അലി, ഷിബു മീരാൻ, KN മുത്തുക്കോയത്തങ്ങൾ, ഷാജി ബച്ചേരി, MP നിസാം, ജസീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചുവന്ന കൊടിയും ഹർത്താലുകളും കേരളത്തെ നിക്ഷേപക വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റിയെന്ന് ശശി തരൂർ MP പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ഹർത്താലുകൾ ഇല്ലാതാക്കാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. വിദ്യാഭ്യാസ റിവ്യൂ കമ്മിറ്റിയെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹർത്താലിനെ തടുത്തിട്ടില്ലെങ്കിൽ ഈ സംസ്ഥാനം എങ്ങനെ നന്നാവും? ഇപ്പൊ ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്തിലും ഹർത്താൽ നടത്തുന്നില്ല. ഇവിടെ മാത്രമാണ് ഒരു പരിഷ്കാരമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ജനാധിപത്യ അവകാശമുണ്ട്. പ്രതിഷേധം ചെയ്യാൻ, പാതിയിൽ ഇറങ്ങാൻ, സമരം ചെയ്യാൻ, നിരാഹാരമായിരിക്കാൻ, എന്ത് വേണം ചെയ്തോളൂ. പക്ഷെ അന്യനെ ഉപദ്രവിക്കാനുള്ള അവകാശം ആരും നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളൊരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ സ്കൂൾ ബസ്സിനെ തടുത്തി ടയറൊന്ന് കാറ്റയക്കാൻ ആരോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ? ഒരു കച്ചവടക്കാരനെ അവൻ്റെ കട ബലമോടെ നിങ്ങൾ അടുപ്പിക്കണത് അത് നിയമവിരുദ്ധമാണ്. നമ്മൾ സമ്മതിക്കില്ല. ഒരു ആസ്പത്രി തുറന്നിടാനും അവിടെ ഒരു പ്രായമുള്ള മനുഷ്യൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പാത തടുക്കുന്നതും കല്ലെറിയുന്നതും ഇതൊക്കെ ഒരിക്കലും ഏത് മര്യാദയുള്ള ഒരു സംസ്ഥാനത്ത് നടക്കാൻ പാടില്ല. നമ്മളതിന് തടുക്കണം. ആ തടുക്കുന്നത് വെറും തമാശന് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കറിയണം, നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ, നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വ്യവസായികൾക്ക് ആവശ്യപ്പെടുമ്പോൾ അവര് ഭയം തന്നെയാണ്. ചോന്ന കൊടിയും ഹർത്താലും അതാണ് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ എല്ലാവരുടെയും. അതിന് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവർക്കും, നമ്മളുടെ കുട്ടികൾക്കും നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് തൊഴിലുണ്ടാവുക, എങ്ങനെ ജോലി ഉണ്ടാവുക, എങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നാണ് ചോദ്യം. നാളെക്കുറിച്ച് ചിന്തിക്കുന്ന പഠന രീതി ഉയർന്നു വരണം. എങ്ങനെ ചിന്തിക്കണമെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. കാഴ്ചപ്പാടുള്ള യുവജന രാഷ്ട്രീയ പ്രവർത്തകരാണ് ഉയർന്നു വരേണ്ടതെന്നും PK ഫിറോസിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. താനൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വികസന വിപ്ലവം തീർത്ത ജനകീയനായ MLAക്ക് താനൂരിലെ ജനത നൽകിയത് സ്നേഹോഷ്മളമായ സ്വീകരണം. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാൻ ഞായറാഴ്ച മണ്ഡലത്തിലെ മുഴുവൻ കവലകളിലും എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാൻ ഞായറാഴ്ച മണ്ഡലത്തിലെ മുഴുവൻ കവലകളിലും എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. രാവിലെ 9-ന് മുക്കോലിൽ നിന്ന് ആരംഭിച്ച് സ്കൂൾ പടി, ചിറക്കൽ, ബ്ലോക്ക് ഓഫീസ് പരിസരം, താനൂർ, വാഴക്കത്തെരു, മൂലക്കൽ, പട്ടരുപറമ്പ്, കാളാട്, ഉണ്ണിയാൽ, മൂച്ചിക്കൽ, പുത്തൻതെരു, വട്ടത്താണി, താനാളു, ചുങ്കം, പകര, വെള്ളച്ചാൽ, വൈലത്തൂർ, ഇരിങ്ങാവൂർ, മീശപ്പടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം രാത്രി തലക്കെടുത്തൂരിൽ സമാപിച്ചു. ഓരോ കവലകളിലെയും വ്യാപാരികൾ ഏറെ സന്തോഷത്തോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു വൈലത്തൂരിലെ വ്യാപാരികൾ ആവശ്യപ്പെട്ടത്. അതിനായി വേണ്ട സഹായം നൽകാമെന്ന് വ്യാപാരികൾ പറഞ്ഞു. താനൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിച്ച് വീതിയേറിയ റോഡ് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചതിന് നന്ദി ഏറെയുണ്ടെന്നായിരുന്നു താനൂർ നഗരത്തിലെ വ്യാപാരികൾ പങ്കുവച്ചത്. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ തുടരുന്നതോടൊപ്പം താനൂരിൽ V അബ്ദുറഹ്മാൻ തുടരണമെന്ന് വ്യാപാരികൾ പ്രത്യാശിച്ചു. ഇടവേളകളിൽ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ മരണവീടുകളിലും വിവാഹ വിരുന്നുകളിലും പങ്കെടുത്തു. ഓലപ്പീടികയ്ക്ക് സമീപം പാടത്ത് ഫുട്ബോൾ കളിച്ചിരുന്ന യുവാക്കൾക്കൊപ്പവും അല്പനേരം സമയം പങ്കുവച്ചു. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുടുംബസംഗമം നടത്തി. K ജനേന്ദ്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിക്ക് ഒഴൂരിൽ സ്വീകരണം നൽകി. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി താനൂർ നഗരസഭ ബൂത്ത് 90-ൽ BJP കുടുംബസംഗമം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം K ജനേന്ദ്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ അങ്ങനെയായി. പക്ഷേ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് മത്സരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ നിരവധി തവണ മത്സരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. മടിയാണ്, പക്ഷെ മത്സരിക്കേണ്ടി. 991 CD ഹാജി ഈ നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുമ്പോൾ ചെറുക്കൽ സ്കൂളിൽ വെച്ച് ഒരു യോഗം ചെയ്യുകയാണ്. സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ളത്. അങ്ങനെ പലരും പറഞ്ഞ് അവസാനം എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ അതോടുകൂടി നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞ് കാലു പിടിച്ചു. ഈ അമുകേട്ടനൊക്കെയാണ്, അമുകേട്ടൻ, ഉള്ളേരി നാരായണേട്ടൻ, ഇതെല്ലാരും കൂടി അങ്ങനെ ഒരു സദൃശ്യം കൊണ്ടുവന്നതാണ്. അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, പുതിയ പുതിയ ആളുകളെ ചുമതലയിൽ കൊണ്ടുവരികയായിരുന്നു. രണ്ട് മുന്നണികളുടെയും പ്രീണന രാഷ്ട്രീയത്തിനെതിരെ താനൂർ വിധി എഴുതുമെന്ന് ജനേന്ദ്ര മാസ്റ്റർ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ എത്താത്ത ഒരു വീടും താനൂരിലില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP മണ്ഡലം
ജനറൽ സെക്രട്ടറി കെ പ്രഭാകരൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ദേവി, BJP മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷാജിമോൻ, കൃഷ്ണൻ, അനിൽകുമാർ, അജി തുടങ്ങിയവർ സംസാരിച്ചു. ഒഴൂർ പഞ്ചായത്തിൽ വിജയബീർ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് സംഘവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ച് വേദിയിലേക്ക് ആനയിച്ചു. BJP സംസ്ഥാന സമിതി അംഗം ടി ആറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. BDJS മണ്ഡലം പ്രസിഡന്റ് വേലായുധൻ, NSS നേതാവ് മുളന്തല വിജയൻ, PP ചന്ദ്രൻ, സുകുമാരൻ, പ്രിയേഷ്, ദേവദാസൻ, ടി ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. താനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF വനിതാ സംഗമം നടത്തി. താനാളൂരിൽ നടന്ന സംഗമം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. താനാളൂർ CK കൺവെൻഷൻ സെന്ററിൽ നടന്ന നിയോജക മണ്ഡലം UDF വനിതാ സംഗമം KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. താനൂരുകാരല്ലാത്തവർ നമ്മളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പരിഹാസമുണ്ട്. ഈ മണ്ഡലം കേവലം നോട്ടുകൾക്ക് വേണ്ടി വിറ്റുവരല്ലേ എന്നുള്ളൊരു തോന്നൽ താനൂർക്കാർക്ക് അല്ലാത്തവർക്ക്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ ജനാധിപത്യത്തെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അനന്തരഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അത് ഇപ്പോഴും പൂർവാധികം ശക്തിയോടെ തന്നെയാണ് ഈ മണ്ഡലത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ കാണാറുണ്ട്. അവിടെ വലിയ വലിയ പോപ്പ് ഗായകന്മാരുടെ നൃത്തവും അതുപോലെ തന്നെ നിശാ പാർട്ടികളും സംഘടിപ്പിച്ചുകൊണ്ട് അവിടേക്ക് സ്ഥാനാർത്ഥി കടന്നു വരുന്ന രംഗം നമ്മൾ അമേരിക്കയിൽ അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് താനൂരിൽ കാണുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യ ബോധം എത്രയോ താഴ്ന്നുപോയി എന്ന് മനസ്സിലാക്കി. ഷക്കീല അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഷിബു മീരാൻ, വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന, മഹിളാ കോൺഗ്രസ് നേതാക്കളായ പ്രസന്നകുമാരി ടീച്ചർ, K ഫാത്തിമ ബീവി, വനിതാ ലീഗ് നിയോജക മണ്ഡലം ഭാരവാഹികളായ നസ്ല ബഷീർ, സൈനബ, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്ത്, O രാജൻ, T രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി രമേശ് കോട്ടായപ്പുറത്തിന്റെ വാഹന പ്രചരണ യാത്ര പടിഞ്ഞാറക്കര അമ്പലപ്പടിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് കല്ലുമുക്ക് പ്രചരണയാത്ര ഉദ്ഘാടനം ചെയ്തു. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി താനൂർ നഗരസഭ ബൂത്ത് 90-ൽ BJP കുടുംബസംഗമം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം K ജനേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ അങ്ങനെയായി. പക്ഷേ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് മത്സരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ നിരവധി തവണ മത്സരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. മടിയാണ്, പക്ഷെ മത്സരിക്കേണ്ടി. 991 CV ഹാജി ഈ നിയോജക മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്യുമ്പോൾ സർക്കിൾ സ്കൂളിൽ വെച്ച് ഒരു യോഗം ചെയ്യുകയാണ്. സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ളത് അങ്ങനെ പലരും പറഞ്ഞ് അവസാനം എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ അതോടുകൂടി നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞ് കാലു പിടിച്ചു. ഈ അമുകേട്ടനൊക്കെയാണ്, അമുകേട്ടൻ, ഉള്ളേരി നാരായണേട്ടൻ, ഇതെല്ലാരും കൂടി അങ്ങനെ ഒരു സജഷൻ കൊണ്ടുവന്നതാണ്. അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, പുതിയ പുതിയ ആളുകളെ ചുമതലയിൽ കൊണ്ടുവരികയായിരുന്നു. രണ്ട് മുന്നണികളുടെയും പ്രീണന രാഷ്ട്രീയത്തിനെതിരെ താനൂർ വിധി എഴുതുമെന്ന് ജനേന്ദ്ര മാസ്റ്റർ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ എത്താത്ത ഒരു വീടും താനൂരിലില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കെ പ്രഭാകരൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ദേവി, BJP മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷാജിമോൻ, കൃഷ്ണൻ, അനിൽകുമാർ, അജി തുടങ്ങിയവർ സംസാരിച്ചു. ഒഴൂർ പഞ്ചായത്തിൽ വിജയബീർ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് സംഘവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ച് വേദിയിലേക്ക് ആനയിച്ചു. BJP സംസ്ഥാന സമിതി അംഗം ടി ആറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. BDJS മണ്ഡലം പ്രസിഡന്റ് വേലായുധൻ, NSS നേതാവ് മുളന്തല വിജയൻ, PP ചന്ദ്രൻ, സുകുമാരൻ, പ്രിയേഷ്, ദേവദാസൻ, ടി ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 600 രൂപ പെൻഷന് ബാങ്കിൽ പലവട്ടം നടന്നെങ്കിൽ LDF ഭരണത്തിൽ 1600 രൂപ പെൻഷൻ വീടുകളിലെത്തിക്കുന്നു. ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. ആലത്തിയൂരിൽ LDF പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിധവകളും അഗതികളും 600 രൂപ പെൻഷൻ വാങ്ങാൻ ബാങ്കിൽ പോകുമ്പോൾ മടങ്ങി വരേണ്ട സാഹചര്യമായിരുന്നു. LDF ഭരണത്തിൽ 1600 രൂപ പെൻഷൻ വീടുകളിലെത്തിക്കുന്നു. ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. Only one LDF MP, Comrade Arif from Alapura. But what these MPs are doing inside the parliament, you know, BJP government has brought CAA law. That law is for harassing the minorities. It is for harassing the Dalits and the poor people.
For that purpose they have brought the CAA law. I want to tell you, when CAA law was brought in the parliament, everybody is looking. What are they looking? You know, I am also from Malabar. I have got one Veliatan. Veliatan Perenda Kunyalakuttiyatan. Everybody in parliament is looking. Government is bringing CAA. Kunyalakutti evade? Kunyalakutti evade? Kunyalakutti poi. Evade poi? Biryani kachchu poi. Illa biryani illa. Ice cream kachchu poi. That is comrade our Kunyalakuttiyatan. When such a bill is being brought to harass the minorities, he is not in the parliament, he is not speaking against the government. My dear brothers and sisters, All India Muslim League says they are fighting for the rights of the minorities. But when the minorities are being attacked, then they are keeping mum, they are going outside the parliament. ബിജെപിയെ നേരിടാൻ കഴിയാതെ കോൺഗ്രസ് നേതാക്കൾ പി.ടി. ഉഷ ഓടുന്നത് പോലെ ഓടുകയാണ്. പി.സി. ചാക്കോ, റോസക്കുട്ടി, സുരേഷ് ബാബു, ലതിക സുഭാഷ് എന്നിവർ രാജിവെച്ച് മറ്റു പാർട്ടികൾ ചേരുകയാണ്. മോദി ഇന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല നാളെ പറയും. അമിത്ഷാ ഇന്ന് പറയുന്നത് നാളെ ഉമ്മൻചാണ്ടി പറയും. അത്തരത്തിൽ UDFും ബിജെപിയും തമ്മിൽ സംബന്ധത്തിലാണെന്നും സുഭാഷിണി അലി പറഞ്ഞു. NCP നേതാവ് പി.സി. ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. എ. ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇ. അഫ്സൽ, തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ശാലിനി, CP. റംല, കെ. നാരായണൻ, കെ. മുഹമ്മദ് ഫിറോസ്, പി. മുനീർ, സി. ഹരിദാസ്, പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി, ഇസ്മായിൽ, ഷാജിർ ആലത്തിയൂർ എന്നിവർ സംസാരിച്ചു. തിരൂരിൽ നടന്ന വനിതാ അസംബ്ലി CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. അസംബ്ലിയിലെത്തിയ സുഭാഷിണി അലിയെ വനിതകൾ മുദ്രാവാക്യം വിളിയോടെ ആവേശോജ്വലമായി സ്വീകരിച്ചു. തിരൂരിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലി പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. My dear sisters and brothers, we know that in last 5 years what LDF government has done for education in Kerala. Now the small children who were going to school in the COVID time, Corona time, they were getting 25 kilo of ari in the house so that they can eat and they can study. The government schools have been improved like anything, and today more children are getting admission in the government school and less children are going in the private school. അസംബ്ലിയിലെത്തിയ സുഭാഷിണി അലിയെ വനിതകൾ മുദ്രാവാക്യം വിളിയോടെ ആവേശോജ്വലമായാണ് സ്വീകരിച്ചത്. ട്രാൻസ്ജെൻഡർ പ്രവർത്തകരുടെ കൂടെ സെൽഫി എടുത്ത് സുഭാഷിണി അലി അവർക്ക് ഐക്യദാർഢ്യവും നൽകി. വനിതാ അസംബ്ലിയിൽ MP ജമീല അധ്യക്ഷയായിരുന്നു. സാമൂഹ്യ പ്രവർത്തക VK ഷബീബ മുഖ്യപ്രഭാഷണം നടത്തി. വേലായുധൻ വള്ളിക്കുന്ന്, അഡ്വക്കേറ്റ് P. അംസക്കുട്ടി, C. ഖദീജ, ഗീത പള്ളിയേരി, സലീന മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. കത്തിയാളുന്ന വെയിലിലും തിരൂരങ്ങാടിക്കാർക്ക് ആവേശമായി KPA മജീദ്. മജീദിന്റെ വാഹന പ്രചരണം പള്ളിപ്പടിയിൽ നിന്നും ആരംഭിച്ചു. വൻ ജനപങ്കാളിത്തമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നത്. തിരൂരങ്ങാടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KPA മജീദ് കോളനിയിൽ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞാണ് ഇവരെത്തിയിട്ടുള്ളത്. മജീദ് സ്ഥലത്തെത്തിയതും 6 വയസ്സുകാരി അഭിന്യ കൊന്നപ്പൂ നൽകി സ്വീകരിച്ചു. ശേഷം മജീദിനോടായി പറഞ്ഞു, ഞങ്ങളുടെ കോളനിയിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവർക്ക് വീട് വെക്കുന്നതിന് സഹായം ചെയ്യണം. ലൈഫിൽ അപേക്ഷിച്ചിട്ടുണ്ട്, വീട് ലഭിക്കുന്നില്ല. UDF അധികാരത്തിലെത്തിയാൽ വീട് നിർമ്മാണത്തിന് 6 ലക്ഷം രൂപ അനുവദിക്കും. അർഹരായവർക്കെല്ലാം BPL റേഷൻ കാർഡ് നൽകും. മാത്രമല്ല പാവപ്പെട്ട ഓരോ കുടുംബത്തിനും പ്രതിമാസം 6000 രൂപ ന്യായ് പദ്ധതിയിലൂടെ നൽകുമെന്നും മജീദ് പറഞ്ഞു. സന്തോഷത്തോടെ ചിന്നയും അഭിന്യയും ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങളെ ജയിക്കൂ. അത്തരത്തിലെങ്ങും ഹൃദയസ്പർശമായിരുന്നു സ്വീകരണങ്ങൾ. ചുട്ടുപൊള്ളുന്ന മിനച്ചൂട് വകവയ്ക്കാതെ കൈക്കുഞ്ഞുമായി പാതയോരത്ത് കാത്തുനിൽക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, വയോധികർ, യുവാക്കൾ എങ്ങനെ എല്ലാവരും മജീദിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങൾ നൽകുന്ന ഹൃദയമായ വരവേൽപ്പിന് സ്നേഹസ്പർശമായ നന്ദിയാണ് മജീദിന്റെ വാക്കുകളിൽ. നാടിനെ ഇളക്കിമറിച്ച് നിയാസ് പുളിക്കലകത്തിന്റെ റോഡ് ഷോ. പരപ്പനങ്ങാടി നെടുവ വില്ലേജിലെ റോഡ് ഷോ നാട്ടുകാർ ആഘോഷമാക്കി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ആവേശോജ്വല സ്വീകരണമാണ് നിയാസിന് ലഭിച്ചത്. കുടുംബയോഗങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പ്രചാരണത്തിൽ മുന്നേറുകയാണ് തിരൂരങ്ങാടി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത്. ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ കൂടുതലും ശ്രദ്ധ ചെലുത്തിയത് കുടുംബയോഗങ്ങളിലായിരുന്നു. രാവിലെ 9:30 നെടുവയിൽ നിന്നാണ് പ്രചാരണ പരിപാടി ആരംഭിച്ചത്. തുടർന്ന് പുറ്റാട്ടുതറ, കൊട്ടന്തല, പുത്തരിക്കൽ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. മണ്ണടിഞ്ഞ് നശിച്ച കീരനെല്ലൂർ ന്യൂകട്ട് കനാൽ സംരക്ഷിക്കുന്നതോടൊപ്പം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നും മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണെന്നും നാട്ടുകാർ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടു. തന്റെ പ്രഥമ പരിഗണന ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിരിക്കുമെന്നും കുടിവെള്ള പ്രശ്നത്തിന് തീർച്ചയായും പരിഹാരമുണ്ടാകുമെന്നും സ്ഥാനാർത്ഥി ഉറപ്പു നൽകി. നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ 64,500 ചില്ലാനം വീടുകളാണുള്ളത്, കുടുംബമുള്ളത്.
അതിൻ്റെ ആവറേജ് കണക്കിൽ 25% വരുന്ന ആളുകൾ ഇന്നും കുടിവെള്ളത്തിന് വേനൽ വരുന്ന സമയത്ത് 1 മാസം മുതൽ 3 മാസം വരെ ബുദ്ധിമുട്ടുന്നവരാണ്. അത് പൂർണ്ണമായിട്ട് പരിഹരിക്കുന്ന ഒരു പദ്ധതി ആയിരിക്കും തിരുവനന്തപുരങ്ങളിൽ ആദ്യം നടപ്പിലാക്കാൻ സംശയമൊന്നും വേണ്ട. കാരണം വെള്ളമുള്ള മനുഷ്യന് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ള സാധനമാണ്. അത് കൊടുക്കാതെ കുറെ വികസനം പോലും കാര്യം ഉണ്ടാവില്ല ബുദ്ധിയുള്ളവരുടെ. അതുകൊണ്ട് ആ കാര്യത്തിന് വ്യക്തമായ പരിഹാരം ഉണ്ടാകുമെന്ന്. കൊട്ടന്തലയിൽ ഫുട്ബോൾ മൈതാനിയിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് കുറ്റിപ്പാലയിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. LDF നേതാക്കളായ ഗിരീഷ് തോട്ടത്തിൽ, A. അബ്ദുറഹീം, പ്രഭാകരൻ എന്ന കുട്ടൻ, തുളസിദാസ്, T. സെയ്ദു മുഹമ്മദ്, ഷാജി സമീർ പാട്ടശ്ശേരി, PV ഷംസുദ്ദീൻ, AP മുജീബ് എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തീരദേശവും കരയും ഒരുപോലെ കീഴടക്കി KT ജലീലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടർന്നു. രണ്ടാം ഘട്ട പര്യടനം പുറത്തൂർ പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ചു. പുറത്തൂർ മംഗലം പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. പുറത്തൂർ മംഗലം പഞ്ചായത്തുകളിലായിരുന്നു രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി KT ജലീൽ പ്രചാരണം നടത്തിയത്. രാവിലെ പുറത്തൂർ പഞ്ചായത്തിലെ ഗോമുഖത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് പണ്ടാഴി, വാടിക്കൽ, കൂട്ടായി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ സന്ദർശനത്തിന് ശേഷം ആശാൻപടിയിലായിരുന്നു ഉച്ചവരെയുള്ള പര്യടനം സമാപിച്ചത്. ഉച്ചയ്ക്ക് ശേഷം പുറത്തൂർ പഞ്ചായത്തിലെ മുട്ടന്നൂർ, ഉണ്ടപ്പടി, മിച്ചഭൂമി, മുരുക്കുമാട്, ലക്ഷംവീട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം മടത്തിൽപ്പടിയിൽ സമാപിച്ചു. പാവപ്പെട്ടവരും സാധാരണക്കാരും അധിവസിക്കുന്ന പ്രദേശങ്ങളോട് വലിയ അവഗണനയായിരുന്നു അവർ കാണിച്ചത്. അതിൽ നിന്ന് തീർത്തും ഭിന്നമായ ഒരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധി ഇവിടെ കാഴ്ചവെച്ചത്. എവിടെയൊക്കെയാണോ നിലവിൽ സ്ഥലമുള്ളത് അവിടെയൊക്കെ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയോ ഇതുപോലെ മനോഹരമായി ടാർ ചെയ്യുകയോ ചെയ്തു. KT ജലീലിന്റെ ഒക്കത്തിരുന്ന ഫിറോസ് കുന്നംപറമ്പലിനെ ചോദിച്ച കുഞ്ഞ് താരമാകുന്നു. പര്യടനത്തിനിടെ കയ്യിലെടുത്ത ഒരു കുഞ്ഞു പെൺകുട്ടിയാണ് ഫിറോസ് വരില്ലേ എന്ന് ജലീലിനോട് ചോദിച്ചത്. ചോദ്യം കേട്ട് ജലീലടക്കം എല്ലാവരും ചിരിച്ചുപോയി. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ രസകരമായ സംഭവങ്ങളും നടക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സ്ഥാനാർത്ഥിയടക്കം ചിരിയടക്കാനാകാതെ പോയ ഒരു സംഭവമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം തവനൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KT ജലീലിന്റെ പര്യടന പരിപാടിക്കിടെയാണ് സംഭവമുണ്ടായത്. ഒരു കുഞ്ഞു പെൺകുട്ടിയും ജലീലും തമ്മിലുള്ള വീഡിയോ ആണ് തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഫിറോസ് അനുകൂലികളുടെ ഫേസ്ബുക്ക് വാളിലാണ് സംഭവം കാര്യമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. പര്യടനത്തിനിടെ കുട്ടിയെ ഒക്കത്തെടുത്ത ജലീലിനോട് ഫിറോസിക്ക വരില്ല എന്ന കുട്ടിയുടെ ചോദ്യമാണ് ചിരി പടർത്തിയത്. കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ ജലീലും ചിരിച്ചുപോയി. തവനൂരിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത മത്സരമാണ് ഇക്കുറി നടക്കുന്നത്. ജലീലിനു എതിരാളിയായി സാമൂഹ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിലിനെ കോൺഗ്രസ് രംഗത്തിറക്കിയതോടെയാണ് മത്സരം കടുത്തത്. ഫിറോസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇടതു പ്രൊഫൈലുകൾ ഉന്നയിച്ചപ്പോഴും കള്ളനാണെങ്കിൽ കേസെടുക്കട്ടെ എന്ന ഫിറോസിന്റെ കടുത്ത നിലപാടാണ് പ്രചാരണങ്ങളുടെ മുനയൊടിച്ചത്. സ്വേച്ഛാധിപതിയെ പുറത്താക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തണമെന്ന് PK അബ്ദുറബ്. KP മജീദിന്റെ വാഹന പ്രചരണ പര്യടനം രണ്ടാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ ദുർഭരണം നടത്തിയ സ്വച്ഛാധിപതിയെ പുറത്താക്കാനുള്ള അവസരം ജനം ഉപയോഗപ്പെടുത്തണമെന്ന് PK അബ്ദുറബ് പറഞ്ഞു. തിരുരങ്ങാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി KP മജീദിന്റെ വാഹന പ്രചരണ പര്യടനം രണ്ടാം ദിവസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ നിലക്കും പരാജയപ്പെട്ട സർക്കാരാണ് കേരളം ഭരിച്ചിരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമോ മാധ്യമ സ്വാതന്ത്ര്യമോ കേരളത്തിലുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും എല്ലാം ബാധിക്കുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന ഒട്ടേറെ പദ്ധതി, ഏകദേശം 70-ലധികം കാര്യങ്ങളാണ് നമ്മുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവനോടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റാണ് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യം. രൂക്ഷമായ വിലക്കയറ്റവും അതിലുപരി കൊള്ളയും കൊള്ളിവെപ്പും ഇത്രയും വർദ്ധിച്ച ഒരു കാലമുണ്ടായിട്ടില്ല. പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ഫാസിസ്റ്റ് നിലപാട് തുടർന്ന ഒരു മാർക്സിസ്റ്റ് സർക്കാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. അത്തരം സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വലിയ അവസരം ജനം ഉപയോഗപ്പെടുത്തണമെന്നും അബ്ദുറബ് പറഞ്ഞു. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് 5000 രൂപ പെൻഷൻ അനുവദിക്കണമെന്ന് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ താലൂക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന കൺവെൻഷൻ പ്രശസ്ത ഗായകനും പ്രവാസിയുമായ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ താലൂക്ക് കൺവെൻഷൻ ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രവാസിയായി 13 കൊല്ലം, വലിയ കാലയളവൊന്നുമല്ല, 13 കൊല്ലം ഇവിടെ ഇരിക്കുന്ന പ്രവാസികളുടെ അനുഭവമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊരു കാലയളവൊന്നുമല്ല.
13 കൊല്ലം ഒരേ കമ്പനികൾ മാറാതെ സാധാരണ 10 കൊല്ലം ജോലി ചെയ്താൽ എത്ര കമ്പനി മാറി എന്ന് ചോദിച്ചാൽ പറയും 15 കമ്പനി മാറിയിട്ടുണ്ട്, 15 തവണ വിസ മാറി. ഇതൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. അതാണ് ഗൾഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കമ്പനിയിൽ 13 വർഷം ജോലി ചെയ്യാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രമല്ല നേരിയ അനുഭവ സുഖങ്ങളും മെച്ചങ്ങളും ഒക്കെ അനുഭവിച്ചറിഞ്ഞവരാണ്. തത്തുല്യമായി പ്രവാസി എന്ന പദത്തിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഗൾഫുകാരെ മാത്രമല്ല നമ്മൾ പ്രവാസി എന്ന് വിളിക്കേണ്ടത്. പലർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രദേശം വിട്ട് വസിക്കുന്നവരാണ് പ്രവാസി. താലൂക്ക് പ്രസിഡന്റ് പി ജമാൽ അധ്യക്ഷനായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് ഒരു മാനദണ്ഡവും ഇല്ലാതെ 5000 രൂപ പെൻഷൻ അനുവദിക്കണമെന്നും നോർക്ക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തി പെൻഷൻ നൽകണമെന്നും കോവിഡ് കാലത്ത് തിരിച്ചെത്തി നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് അടിയന്തരമായി വിഷു റമദാൻ അടിയന്തര സഹായം ഏർപ്പെടുത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് സിദ്ദിഖ് കൊടുവള്ളി, സെക്രട്ടറി ഡോക്ടർ സോമൻ, ജില്ലാ പ്രസിഡന്റ് ഹാരിസ് കുറ്റിപ്പുറം, സെക്രട്ടറി അഷ്കർ പൊന്നാനി, കെ അബ്ദുറസാഖ് ഹാജി, അനീഫ മങ്ങാടൻ, സവാദ് മമ്പാട് എന്നിവർ സംസാരിച്ചു. തിരൂരിന് അക്ഷര വെളിച്ചം പകർന്ന ഭാഷാപിതാവിന്റെ മണ്ണിൽ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ഭൂപടത്തിലെ നാഴികക്കല്ലായി മാറിയ തിരൂർ GMUP സ്കൂൾ എന്ന ചക്ക സ്കൂൾ ശതാബ്ദി നിറവിൽ. സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ സമാരംഭത്തിന് തുടക്കവും സ്കൂളിൽ പ്രധാനാധ്യാപകൻ കെ അനിൽകുമാറിന്റെ യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. തിരൂർ GMUP സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. സ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ അനിൽകുമാറിന്റെ യാത്രയപ്പ് സമ്മേളനവും ശതാബ്ദി ആഘോഷോദ്ഘാടനവും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ നിർവഹിച്ചു. ഇവിടെ കല്ലിനും മണ്ണിനും മാത്രമല്ല പ്ലാവിനും നമ്മളോട് പറയാനുണ്ട്. നാട്ടു നന്മയുടെ പര്യായമായി ഈ വിദ്യാലയം എല്ലാ കാലത്തും അറിയപ്പെട്ടു പോകുന്നു. ചക്ക എന്ന ഫലവൃക്ഷം ഔദ്യോഗിക ഫലമായതൊക്കെ അടുത്ത കാലത്താണ്. അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ, എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഞാൻ ഈ പരിസരത്ത് തന്നെ ജനിച്ച് വളരുന്ന ആളാണ്. ഈ സ്കൂളിനെ ആ പേരിൽ തന്നെയാണ് ഞാൻ അറിഞ്ഞു പോന്നിട്ടുള്ളത്. അങ്ങനെ വിളിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു അടുപ്പം, ഒരാത്മബന്ധം ഈ വിദ്യാലയത്തിനോട് തോന്നാറുണ്ട്. PTA പ്രസിഡന്റ് A. ഷിഹാബ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, DEO KP രമേഷ് കുമാർ, തിരൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ഗിരീഷ് KK സലാം, BPC V. അബ്ദുസിയാർ, PS സലാം, PA ബാവ, KK ജാഫർ, A. സൈതാലിക്കുട്ടി, KP ഇബ്രാഹിംകുട്ടി, KN നാരായണൻ, KP നൌഷാദ്, ME വൃന്ദ, CB ജോർജ് എന്നിവർ സംസാരിച്ചു. KP അനിൽകുമാർ മറുപടി പ്രസംഗം നടത്തി. സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന പ്രധാനാധ്യാപകൻ കെ അനിൽകുമാറിന് PTA പ്രസിഡന്റ് A. ഷിഹാബ് റഹ്മാൻ ഉപഹാരം നൽകി. LSS USS വിജയികൾക്കും ഉപഹാര സമർപ്പണം നടത്തി. AV ഉണ്ണികൃഷ്ണൻ സ്വാഗതവും K. രഞ്ജിത് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരൂരിലെ കലാകാരന്മാർ അവതരിപ്പിച്ച മഹഫിൽ അരങ്ങേറി. നല്ല നാളുകൾ നിലയ്ക്കാതിരിക്കാൻ എന്ന പ്രമേയത്തിൽ ബാലസംഘം താനൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥ പര്യടനം തുടരുന്നു. പാട്ടുകൾ, വികസനത്തിന്റെ അശ്വമേധം, പ്രശ്നോത്തരി, ലഘുനാടകം എന്നിവയാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കുട്ടികൾക്ക് നൽകിയ കരുതലും ക്ഷേമ പദ്ധതികളും വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിലെ മുന്നേറ്റവും ജനസമക്ഷം ചർച്ച ചെയ്താണ് ബാലസംഘം താനൂർ മണ്ഡലം കമ്മിറ്റി സാംസ്കാരിക ജാഥ സംഘടിപ്പിച്ചത്. താനൂർ നിയോജക മണ്ഡലത്തിലെ 25 കേന്ദ്രങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പാട്ടുകൾ, വികസനത്തിന്റെ അശ്വമേധം, പ്രശ്നോത്തരി, ലഘുനാടകം എന്നിവയാണ് അവതരിപ്പിക്കുന്നത്. ഇത്രയും നിറങ്ങളാണ് ഞങ്ങളുടെ ചിറകൾക്കെല്ലാം ഒരേ ഒരു നിറം. ഞങ്ങളുടെ പൂക്കൾക്ക് ഒരേ ഒരു നിറം. മറ്റേതെങ്കിലും നിറം കണ്ട അവർ കൊന്നുകളയും. അവര് പറയുന്നത് ഈ രാജ്യത്തിന് ഒരു നിറമേ ഉള്ളൂ എന്നാ, ആ ഒന്ന് മാത്രം മതിയെന്ന്.
ഏരിയ പ്രസിഡന്റ് കെ അനുശ്രീയാണ് ജാഥ ക്യാപ്റ്റൻ. പഞ്ചമി KR, ഗായത്രി C, നന്ദന ലാലി, അർജുൻ പ്രേം, നാജിൽ അമൻ, ബസീം, അനുഷയ, ഫിദൽ ദേവ്, മീനാക്ഷി എന്നിവരും ജാഥാംഗങ്ങളാണ്. ഏരിയ കോർഡിനേറ്റർ അബ്ദുൽ മുഹീസ് ബാബു, ബേബി സുരേഷ് എന്നിവരാണ് ജാഥയെ അനുഗമിക്കുന്നത്. തിരൂർ ലയൺസ് ക്ലബ്ബും അൽമനാറ കണ്ണാശുപത്രിയും സംയുക്തമായി തിമിരമുക്ത മലപ്പുറം എന്ന ആശയവുമായി 3 മാസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ നേത്ര പരിശോധനയും സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു. ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ നിർവഹിച്ചു. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് തിരൂർ അൽമനാറ കണ്ണാശുപത്രിയിൽ വെച്ച വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം രോഗികളെ പരിശോധിച്ച തിമിര ശസ്ത്രക്രിയകൾ നടത്തുന്നതാണ്. ആധുനിക രീതിയിലുള്ള ശസ്ത്രക്രിയ അർഹതയനുസരിച്ച് 50% മുതൽ 100 വരെ സൗജന്യം ലഭിക്കുന്നതാണെന്നും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. നമുക്കറിയാം ലയൺസ് ക്ലബ്ബ് വളരെ നല്ല സതുദ്യമത്തോടെ വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തിരൂരിലെ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന എന്ത് കാര്യം ആര് ചെയ്താലും വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം തിരൂരിലെ യുവജനങ്ങൾ, അതായത് മോർണിംഗ് സ്റ്റാറും ലയൺസ് ക്ലബ്ബും അതുപോലെ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ എല്ലാ ക്ലബ്ബുകളും വളരെ നല്ല രീതിയിൽ എനിക്ക് നല്ല സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. തീർച്ചയായും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ലയൺസ് ക്ലബ്ബിന് ആദ്യമേ നന്ദി പറയുന്നു. നമ്മുടെ ഇവർ ഈ നടപ്പിലാക്കുന്ന തിമിര ക്യാമ്പ് വളരെ നല്ല രീതിയിൽ വിജയിക്കട്ടെ. അത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഇലക്ഷനൊക്കെയാണ്, ഒരുപാട് സംസാരിക്കാനും കൂടുതൽ വാഗ്ദാനങ്ങളൊക്കെ തരാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫി ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺസ് KPA റഹ്മാൻ ക്യാബിനറ്റ് പ്രത്യേകതകൾ വിശദീകരിച്ചു. അൽമനാറ ഹോസ്പിറ്റൽ ഡയറക്ടർ സുരേഷ്, ലയൺസ് സെക്രട്ടറി ദിലീപ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഗഫൂർ മൗലാന, മുസ്തഫ CK, ഹസൻ അമ്യങ്കര, സമീർ ബാബു, മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. യേശുവിന്റെ ഒലീവില വീശി ജെറൂസലേം ജനത രാജകീയമായി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓശാന ഞായർ കൊണ്ടാടുന്നത്. ഇതോടെ ക്രൈസ്തവർ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചു. ജില്ലയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച 100 കണക്കിന് വിശ്വാസികൾ കുരുത്തോലകൾ കൈയിലേന്തി ഓശാന ആചരണത്തിൽ പങ്കാളികളായി. ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയിൽ ഓശാന ഞായർ ആചരണം നടത്തി. രാവിലെ 7 മണിക്ക് ഇടിവണ്ണ സെന്റ് മേരീസ് കപ്പളയിൽ തുടങ്ങിയ ദേവാലയത്തിൽ സമാപിച്ചു. വികാരി ഫാദർ ഡൊമിനിക് വളക്കൊടിയിൽ കുരുത്തോലകൾ വെഞ്ചരിച്ച വിശ്വാസികൾക്ക് കൈമാറി. തുടർന്ന് വിശ്വാസികൾ കപ്പളയിൽ നിന്ന് കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ച ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡൊമിനിക് വളക്കൊടിയിൽ നേതൃത്വം നൽകി. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരണപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ടോടെ തിരുപ്പയ്യനങ്ങാടി കല്ലിങ്ങൽ റോഡിൽ വെച്ചാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച യുവാവ് മരണപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ടോടെ തിരൂർ പയ്യനങ്ങാടി കല്ലിങ്ങൽ റോഡിൽ വെച്ചാണ് അപകടം നടന്നത്. പുത്രത്താണി അതിരുമണ സ്വദേശി നടുവത്ത് അസ്ലമാണ് മരണപ്പെട്ടത്. 32 വയസ്സായിരുന്നു. അസ്ലാം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു.
അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അസ്ലമിനെ കോട്ടകലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹയാത്രികരായ 2 പേർക്കും നിസാര പരിക്കേറ്റു. വിദേശത്തായിരുന്ന അസ്ലം 1 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. അബ്ദുള്ളക്കുട്ടി മൈമൂന ദമ്പതികളുടെ മകനാണ്. ഫസ്ലയാണ് ഭാര്യ. മകൾ ഹൈറ. കൊടുങ്ങല്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ നിറമതുർ സ്വദേശി മരണപ്പെട്ടു. നിറമതുർ മങ്ങാട് സ്വദേശി രാജേഷാണ് മരണപ്പെട്ടത്. തലക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി COVID-19 മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൂക്കൈത മദ്രസയിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി. തലക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പൂക്കൈത മദ്രസയിൽ നടത്തിയ ക്യാമ്പിന് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ, വൈസ് പ്രസിഡന്റ് AK ബാബു, മെഡിക്കൽ ഓഫീസർ പ്രസന്നകുമാർ, OK അബ്ദുൽ ഗഫൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നുസൈബ എടത്തടത്തിൽ, വസന്ത, ഷെരീഫ ബി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ O അനിത, ജവാഹിറ, സൗദാമിനി, രവി, മോഹൻദാസ്, ചിത്ര, റൈഹാനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് പ്രതിദിന കണക്ക് വീണ്ടും ഉയർന്നു. 2216 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 1931 പേർ സമ്പർക്ക രോഗികളാണ്. 1853 പേർ രോഗമുക്തരായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.69 ജില്ലയിലും രോഗം കൂടുന്നു. 207 പേർക്ക് രോഗബാധയായി. 166 പേർ കൂടി രോഗമുക്തരായി. സംസ്ഥാനത്തും ജില്ലയിലും കോവിഡ് പ്രതിദിന കണക്ക് വീണ്ടും വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച 2216 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. UK-യിൽ നിന്നും വന്ന ഒരാൾക്കും കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചു. മരണസംഖ്യ 4579ആയി. 1931 പേർ സമ്പർക്ക രോഗികളും 170 പേർ ഉറവിടമറിയാതെ രോഗം ബാധിച്ചവരുമാണ്. 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 23 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. 1853 പേരാണ് രോഗമുക്തരായത്. ഇനി 24,582 പേരാണ് രോഗം സ്ഥിരീകരിച്ച സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം മലപ്പുറം ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത് 207 പേർക്കാണ്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 202 പേരും വൈറസ് ബാധിതരായി. ഒരാൾക്ക് ഉറവിടമറിയാതെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 166 പേർ കൂടി രോഗമുക്തി നേടിയതോടെ 1,20,522 പേരാണ് രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 1656 പേരാണ് ഇനി രോഗബാധിതരായി ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. 606 കോവിഡ് മരണങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികളുമായി സംവദിച്ച് ശശി തരൂർ. ചുവന്ന കൊടിയും ഹർത്താലുകളും കേരളത്തെ നിക്ഷേപ വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റിയെന്ന് ശശി തരൂർ. ഉമ്മൻചാണ്ടി പെൻഷനായി ആളുകളെ ബാങ്കിലേക്ക് നടത്തിച്ചപ്പോൾ LDF അത് ഇരട്ടിയാക്കി വീട്ടിലെത്തിച്ചെന്ന് CPM PB അംഗം സുഭാഷിണി അലി. ഇതാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസമെന്നും സുഭാഷിണി അലി തിരൂരിൽ വനിതാ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. ജനമനസ് തൊട്ടറിഞ്ഞ ആവേശക്കൊടുമുടിയിൽ വിശ്രമമില്ലാതെ സ്ഥാനാർത്ഥികൾ. 2ാം ഘട്ട പര്യടനം ആരംഭിച്ചു KT ജലീൽ. കൊടുംവെയിലിലും ആവേശമായി KPA മജീദ്. നാടിനെ ഇളക്കിമറിച്ച് നിയാസിന്റെ റോഡ് ഷോ. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ക്രൈസ്തവർ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചു. ഓശാന ഞായർ ആചരിക്കുന്നത് ജെറുസലേം ജനത ക്രിസ്തുവിനെ ഒലിവില വീശി സ്വീകരിച്ചതിന്റെ ഓർമ്മയിൽ. 2 ഇടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ തിരൂർ സ്വദേശികൾ മരണപ്പെട്ടു. തിരൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പുത്തനത്താണി സ്വദേശി മരിച്ചു. കൊടുങ്ങല്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ തിരൂർ സ്വദേശി മരണപ്പെട്ടു. വീണ്ടും ഉയരുന്ന പ്രതിദിന കോവിഡ് കണക്ക്. 2216 പുതിയ രോഗികൾ. 1853 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 4579. ജില്ലയിൽ 207 പുതിയ രോഗികൾ. 166 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.